ത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാക്യം? എന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. അതവിടെ പറയുന്ന കോണ്ടസ്റ്റ് വ്യത്യസ്തമാണെങ്കിലും ഈ ദൂത് പോകുന്നത് നമ്മളോടുള്ള ബന്ധത്തിലാണ്. നമ്മളിങ്ങനെ പരിമിതപ്പെട്ടിരിക്കാൻ പാടില്ല. നമ്മുടെ കൂടാരത്തെ വിശാലമാക്കണം. ആമേൻ. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് ബന്ധപ്പെട്ട ഒരു ആശയമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പം നമ്മളാണ് കൂടാരം. ഇനി കൂടാരം തിരക്കി പോകണ്ട. നിങ്ങളാണ് കൂടാരം. നിങ്ങൾ ആരുടെ കൂടാരമാണ്? നിങ്ങൾ ആരുടെ കൂടാരമാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ കൂടാരമാണ്. ദൈവത്തിൻ്റെ കൂടാരം. ആ ദൈവത്തിൻ്റെ കൂടാരം പരിമിതമാകാൻ പാടില്ല. കാരണം അവിടെ വസിക്കുന്നത് ഹല്ലേലൂയ ദൈവമാണ്. ദൈവം വസിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സാധ്യത കൂടുതൽ, അത് വിശാലമായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇതിന്ന് ഭൗതികമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം, ആത്മികമായും സ്വീകരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടാരങ്ങൾ, നിങ്ങളെന്ന കൂടാരം ഉറപ്പായും വിശാലമാകാനുള്ള സാധ്യതയുണ്ട്. ആമേൻ. ഒരു തീരുമാനം എന്ന് ഞാൻ പറയത്തില്ല, ഒരു ആഗ്രഹം ഉള്ളത്തിൽ നിന്ന് ജനിക്കട്ടെ. ഞാൻ എന്ന കൂടാരവും ഞങ്ങൾക്ക് ദൈവം തന്ന കൂടാരവും വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, സഭയെക്കുറിച്ചും നിങ്ങളെന്ന സഭ എന്ന കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാ. നിങ്ങൾ സഭയാണ്, ഇത് ഒരു ലോക്കൽ ചർച്ചാണ്. ഇത് ഈ രണ്ട് മേഖലയ്ക്കകത്ത് ഒരു വിശാലത ആവശ്യമാണ്. നിങ്ങളെ നോക്കി, മുഖത്ത് നോക്കി പ്രവചിക്കുന്നു, നിന്റെ അതിര് ദൈവം വിശാലമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ സ്വീകരിച്ച ദൈവാത്മാവിനെ നിന്റെ ശരീരത്തിലേക്കും നിന്റെ ദേഹിയിലേക്കും നീ വിശാലമാക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഭൗതികത്തിനകത്തും നിന്റെ സാമ്പത്തികത്തിനകത്തും അസാധാരണമായ വിശാലതകൾ ദൈവം വെളിപ്പെടും. കരമെന്ന് അടിച്ച ദൂതിനങ്ങൾ സ്വീകരിച്ചു. ആമേൻ. സ്വയമായി പറഞ്ഞാട്ടെ, ഞാൻ വിശാലമാകാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഹല്ലേലൂയ പരിമിതികളുടെ ദൈവമല്ല, അവൻ വിശാലതയുടെ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തുമാത്രം നിങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കാൻ പറ്റും? മുണ്ടക്കയത്തിന്റെ അത്ര വിശാലമാക്കിയാൽ ആമേൻ. കോട്ടയത്തിന് അത്ര വിശാലമാക്കാം. കേരളത്തിനകത്ത് എന്ന ഇതിനകത്ത് വിശാലമാകാം. ഇന്ത്യ, ആമേൻ. ഇന്ത്യക്ക് അപ്പുറത്തേക്ക് വേറെ ഏഷ്യൻ രാജ്യങ്ങളുണ്ട്. ഏഷ്യ എന്ന ഭൂഖണ്ഡമുണ്ട്. ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിന് അപ്പുറത്തേക്ക് അനേക മറ്റ് ഭൂഖണ്ഡങ്ങളുണ്ട്. ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ആമേൻ. പിന്നീട് പോയ സ്പേസ് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഹല്ലേലൂയ അൺലിമിറ്റഡ് ആകുന്ന വാക്കിന്റെ പേരെന്നാ? നിത്യത എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അതിന് ശാസ്ത്രം പറയുന്ന പേരുണ്ട്. അനന്തതയാകുന്ന വിശാലതകൾ ഉള്ള ഒരു ദൈവമാണ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നീ നിന്നെ പരിമിതപ്പെടുത്തരുത്, നീ നിന്നെ ചെറുതാക്കരുത്, നീ നിന്റെ ചിന്തകൾക്കകത്ത് ചെറുതായി പോകരുത്. എത്രത്തോളം വിശാലമാകാമോ അത്രത്തോളം വിശാലമായി ആ ദൈവത്തെ ചിന്തിക്കുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ, ആ ദൈവത്തെ അനുവദിക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ പൊളിയുവാനിടയായിത്തീരും. അല്ലേ അല്ലേ? ഹല്ലേലൂയ. കടം കയറിയ വീട്ടിനകത്തോട് ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടു പോകുമെന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് പ്രവാചകന് പറയാനൊരു വാക്കുണ്ട്. നിനക്ക് എത്രത്തോളം മേടിക്കാൻ പറ്റുമോ പാത്രങ്ങൾ അതിനകത്ത് നിറയ്ക്കുക. നിന്റെ പരിധിയാണ് ഞാൻ ഇടാൻ പോകുന്ന നിറവിന്റെ അളവ് നിശ്ചയിക്കാൻ പോകുന്നത്. ഇന്ന് പകല് അളവ് നോക്കാതെ അനുഗ്രഹിക്കാമെന്നും ഹല്ലേലൂയ. ആ വാക്കിന് എത്രത്തോളം കട്ടിയുണ്ട് നിങ്ങൾക്ക് പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഹല്ലേലൂയ. അബ്രഹാമിനെ നോക്കി ദൈവം പറയാണ് ഹല്ലേലൂയ, കടൽക്കരയിലെ മണൽത്തരികൾ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിന്റെ സന്തതിയെ, നിന്റെ അനുഗ്രഹത്തെ വിശാലമാക്കാമെന്ന് പറഞ്ഞ ദൈവമാണ് നിന്റെ ദൈവം.
ഇന്ന് രാവിലെ ആ ദൈവത്തെ ആ വലിപ്പത്തോടെ പിടിക്കാൻ, ആ ദൈവത്തെ ആ വിശാലതയോടെ സ്വീകരിപ്പാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടാകാം, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാം, സാഹചര്യം ഉണ്ടാകാം. ഇതൊരു മാനദണ്ഡമല്ല ആ ദൈവത്തെ അളക്കാൻ. ആമേൻ. ഹല്ലേലൂയ. നിനക്കുള്ളത് വെച്ച് ദൈവത്തെ ചെറുതാക്കരുത്. നിനക്കുള്ളതുപോലെ ചെറുതല്ല ആ ദൈവം. അവൻ വിശാലതയുടെ ദൈവമാണ്. ഇന്ന് പകൽ ഈ ദൂത് സ്വീകരിക്കാതെ പോകരുത്. എല്ലാ പരിമിതികളും ആ വിശാലതയുടെ ദൂതിനകത്ത് ഈ പകൽ പരിഹരിക്കപ്പെടുമാറാകട്ടെ. ഈ ദൂത് സ്വീകരിക്കാതെ പോകരുത്. എല്ലാ പരിമിതികളും പൊളിയണം, എല്ലാ പരിമിതികളും എടുത്ത് കളയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ചിന്തകൾക്കകത്ത് പരിമിതിയിടുന്ന സാഹചര്യങ്ങളെ നോക്കി തീരുമാനങ്ങൾ കൈക്കൊള്ളരുത്. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ അല്ല നോക്കേണ്ടത്, നിന്റെ അകത്തുള്ള ദൈവത്തെയാണ് നോക്കേണ്ടത്. ഇന്ന് പകരം ചില മേഖലകളെ നോക്കി ഞാൻ പറയാം, തികയാത്ത സ്ഥലത്ത് ഹല്ലേലൂയ നിന്റെ കയ്യിലുള്ളതോ നീ കൂട്ടിവെച്ചതോ സ്വരൂപിച്ചതോ കിട്ടാൻ ചാൻസ് ഉള്ളതോ പരിമിതിയായിരിക്കാം. പക്ഷെ ഇന്ന് പകരം ഞാൻ ആത്മാർത്ഥമായി ഒരു ദൈവശബ്ദം വചനത്തിനകത്തുനിന്ന് കൈമാറുന്നു. നിനക്ക് ആ പരിധിയല്ല നിന്നിൽ നിറവേറാൻ പോകുന്നത്, അത് നിറവിൽ നിന്നായിരിക്കും. ഹല്ലേലൂയ. ഈ പകല് പാട്ടിലൂടെയും സംസാരിക്കപ്പെട്ട ദൂതാണ്, പരിമിതിയിൽ നിന്ന് സ്വീകരിക്കാതെ നിറവിൽ നിന്ന് സ്വീകരിക്കുക. ആമേൻ. ഹല്ലേലൂയ. നിറവിൽ നിന്ന് സ്വീകരിക്കുന്നവന് ഹല്ലേലൂയ നിനക്ക് പരിമിതി ആയിരിക്കാം കയ്യിലുള്ളത്, പക്ഷേ നിന്നിൽ നിറവേറുന്നത് അവന്റെ നിറവായിരിക്കും. ആമേൻ. കരമടിച്ച ദൂതിനെ അങ്ങ് സ്വീകരിച്ചോ. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ ബിസിനസ്സിനകത്ത്, നിങ്ങളുടെ ജോലിക്കകത്ത്, നിങ്ങളുടെ കൃഷിയിടങ്ങൾക്കകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കകത്ത് പരിമിതികൾക്കപ്പുറമുള്ള നിറവിൽ നിന്ന് നീ സ്വീകരിക്കട്ടെ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. സമയം മുന്നോട്ട് കടന്നു പോകുന്നു. ഒരു വാക്യത്തിനകത്തേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ കടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു പേടിച്ചു. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതെ, ഞാനാകുന്നു, പേടിക്കണ്ട. ഇന്ന് ആരോടോ ആവർത്തിക്കത്തില്ല ഈ വാക്യം. ഞാനാകുന്നു എന്നുള്ളത് ഞാൻ ആവർത്തിക്കും, പേടിക്കണ്ട എന്ന വാക്യം ഞാൻ ആവർത്തിക്കില്ല. അതുകൊണ്ട് റോസ് വായിച്ചതാണ്, ഇന്ന് പിടിച്ചോണം. ഹല്ലേലൂയ. പേടിക്കണ്ട, ഞാനാകുന്നു. നിർത്തി. അടുത്ത വാക്ക് 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുന്നു. എന്നെ പിരിഞ്ഞ്, എന്നെ എന്ന് പറഞ്ഞ യേശുവാണ്, യേശുവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നും വരാത്തതിന്റെ പിന്നെ പല കാര്യം പിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണെങ്കിൽ എത്രയും വേഗം അടുത്തോണം. ആമേൻ. ആമേൻ. ഇനി ഞാൻ 6-ാം അധ്യായത്തിനകത്തേക്ക് വരാൻ പോവാ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവിക സാക്ഷ്യം അല്ലെങ്കിൽ ക്രിസ്തു സാക്ഷ്യം നമ്മളിൽ ഉറപ്പാക്കുക എന്ന വിഷയത്തോട് ബന്ധപ്പെട്ടാണ്. അതിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഏതാണ് എന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചു. ആ സാക്ഷ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ സാക്ഷ്യം എന്ന വാക്കല്ല ആപ്ലിക്കബിൾ ആകുന്നത്. ക്രിസ്തു ബോധം എന്ന വാക്കാണ്, കോൺഷ്യസ് എന്നൊരു വാക്കാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഉള്ളിലിരിക്കുന്ന ആത്മാവിന് നമ്മളോട് ചിലത് കൈമാറാനുണ്ട്. അമേൻ, 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 അമേൻ. അന്നേരം ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. നിങ്ങളുടെ അകത്ത് നിക്ഷേപിക്കപ്പെട്ട ദൈവാത്മാവിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ മിനിറ്റുകൾക്കകത്തും എല്ലാ സെക്കൻഡുകൾക്കകത്തും നിങ്ങളിലേക്ക് ഒന്ന് ഒഴുകി വരേണ്ടതുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ സ്വീകരിച്ച് പറയേണ്ടത്, പൗലോസിന്റെ വാക്കുകൾ കടമെടുത്താൽ, ഞാൻ പഠിച്ച് പറഞ്ഞെന്നല്ല,
ഞാൻ പ്രാപിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞതുപോലെ കർത്തൃമേശയുള്ള ബന്ധത്തിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുക എന്നതുപോലെ ഓരോ സെക്കൻഡുകളുടെ ഉള്ളിലുള്ള അനുഭവങ്ങളിലും നിങ്ങളിലേക്ക് ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലേക്കും, എത്ര പേര് ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ മനസ്സിലേക്കും ദേഹിയിലേക്കും ഒഴുകേണ്ടതായ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ആഴ്ചയുടെ എല്ലാ സെക്കൻഡുകളും, എല്ലാ മണിക്കൂറുകളും, എല്ലാ മിനിറ്റുകളും നിങ്ങൾ നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ദൈവാത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളിലേക്കൊരു ഒഴുക്കുണ്ടാകുന്നുണ്ടോ, ഞാൻ ആത്മാവിൽ നിന്ന് കേൾക്കുന്നുണ്ടോ, ഞാൻ ആത്മാവിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ, ആത്മാവിൽ നിന്ന് ഞാൻ പകരപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകണം. ആമേൻ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടേണ്ടത് നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിൽ നിന്നുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ മേൽ അപ്ഡേറ്റ് ആകുന്നതനുസരിച്ചാണ്. ആമേൻ. 6-ാം അധ്യായത്തിനകത്തേക്ക് വരുന്നു. യേശു തിബിരിയാസ് കടലിനപ്പുറമുള്ള, ഒന്നുകൂടി പറഞ്ഞാൽ ഇവിടെ തിബിരിയാസ് കടൽ എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഈ മറ്റ് സുവിശേഷങ്ങളുമായി ചേർന്ന് പഠിക്കുമ്പോൾ യേശു യെരൂശലേമിലെ ശുശ്രൂഷ വിട്ടിട്ട് ഗലീലയ്ക്ക് പോവുകയാണ്. ഇതാണ് അക്കരെ, ഇക്കരെ അക്കരയാണ് ഗലീല. 5-ാം അധ്യായം എന്ന് പറയുന്നത് യെരൂശലേമിൽ നടക്കുന്ന ശുശ്രൂഷയാണ്. യെരൂശലേമിൽ നടന്ന ശുശ്രൂഷയുടെ 2 ഭാഗം ഞാൻ പറയാം. യെരൂശലേമിൽ നടന്ന ശുശ്രൂഷ ദൈവത്തോട് തനിക്ക് ബന്ധമുണ്ടെന്ന്, തൻ്റെ പിതാവുമായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ കേൾക്കുന്ന തൻ്റെ ശ്രോതാക്കളോട് പറയുകയാണ്. ഇന്ന് പകല് നമുക്കും ആ ബന്ധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവിന് ഭൂമിയിൽ താൻ ആയിരുന്നപ്പോൾ തന്നെ കാണുന്നവരോടും കേൾക്കുന്നവരോടും താൻ അറിഞ്ഞും അറിയാതെയും സംസാരിക്കാൻ ആഗ്രഹിച്ച ഒരു വിഷയമാണ്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയല്ല, ഞാൻ അയക്കപ്പെട്ടവനാണ്, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുകയല്ല, എന്നോട് സംസാരിക്കുന്ന ഒരു പിതാവുണ്ട്. ആമേൻ. ഇന്ന് പകല് ഞാൻ ആദ്യം പറഞ്ഞ ദൂതുവായിട്ട് ഈ വാക്ക് കണക്റ്റഡ് ആകുന്നു. നീ ഒറ്റയ്ക്ക് സംസാരിക്കുകയല്ല, നിനക്ക് ദൈവത്തിൽ നിന്നുള്ളത് പകരപ്പെടേണ്ടത് ആവശ്യകതയുണ്ട്. ആമേൻ. 40 വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു കാറ്റടിച്ചെന്ന് പറഞ്ഞ് ഇന്ന് ആരാധനയ്ക്ക് വരരുത്. നിന്റെ ശക്തി, നിന്റെ മേൽ ആ ശക്തിയുടെ ആ പരിപൂർണത എപ്പോഴും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാകാം, പുറത്ത് സാഹചര്യങ്ങൾക്ക് വ്യത്യസ്തത ഉണ്ടാകാം. ഇതിൻ്റെ അളവിൽ നിന്റെ മേൽ വന്ന ആത്മാവിനെ നീ അളക്കരുത്. ആമേൻ. കയ്യിൽ ക്യാഷ് കുറഞ്ഞെന്ന് വരാം, ആഹാരം ഇല്ലെന്നും വരാം, ഉണ്ടായെന്നും വരാം, പക്ഷെ ആത്മാവിനെ അളക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. അളവ് കൂടാതെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഒഴുക്കാൻ തയ്യാറാണെങ്കിൽ നീ നീന്തും. ഹല്ലേലൂയ. ഒഴുക്കിൽ നീ മുങ്ങിപ്പോകത്തില്ല, നീ നീന്തും. ഇന്ന് പകല് പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയുന്നു. നീന്താൻ സഭ പരിശീലിച്ചാൽ നിന്റെ കൂടെ നീന്താൻ ഒരുപാട് പേരെ ദൈവം കൊണ്ടുവരും. ഒരു അസാധാരണമായ ഒഴുക്ക് ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് ആ ഒഴുക്ക് വെളിപ്പെടണം. നിന്റെ യാത്രകൾക്കകത്ത് ഒഴുക്ക് വെളിപ്പെടണം. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒഴുക്ക് വെളിപ്പെടണം. നിന്റെ ആരാധനയ്ക്കകത്ത് ഒഴുക്ക് വെളിപ്പെടണം. നിന്റെ സാക്ഷ്യത്തിനകത്ത് ഒഴുക്ക് വെളിപ്പെടണം. നിന്റെ ജോലിക്കകത്തും ആ ഒഴുക്ക് വെളിപ്പെടണം. അവനെ വിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ഭൂമിയുടെ അറ്റത്ത് പോയി അവിടെ നിന്റെ കൈയാണ് എന്നെ നടത്തുന്നത്. ഈ പകല് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, യെരൂശലേമിൽ തന്നെ വെളിപ്പെടുത്തുമ്പോൾ താൻ തന്നിൽ നിന്നല്ല പിതാവിൽ നിന്ന് കേട്ട് പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ വാക്കുകൾ പോലെ പറയുക. ആമേൻ. ഇതൊന്നും പറയാൻ വന്നല്ല ഞാൻ, ഒരു ദൂത് അതിനകത്ത് വെളിപ്പെട്ടത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ജീവന്റെ ഉറവ എന്ന്, ഞാൻ ജീവന്റെ ഉറവയാണെന്ന് 5-ാം അധ്യായത്തിനകത്ത് പറയാം. ഞാനിത് പറയുന്നതിന്റെ കാര്യം, ഈ 6-ാം അധ്യായത്തിനകത്ത് ഇതിന്റെ നേരെയുള്ള പ്രദർശനം കാണാം.
6-ാം അധ്യായത്തിനകത്തൂടെ താൻ പറയുന്നത്, ജീവിപ്പിക്കുന്ന അപ്പമായി ഞാൻ നിങ്ങളിലേക്ക് എത്തി. അവിടെ ജീവന്റെ ഉത്ഭവം ഞാനാണ് എന്ന് പറഞ്ഞെങ്കിൽ ആ ഉത്ഭവത്തിലൂടെ ആ ഉത്ഭവമായി ഞാൻ ഒരപ്പമായി നിങ്ങളുടെ ഇടയിലെത്തി നിങ്ങളിലെ മരണത്തെ ഞാൻ പരിഹരിക്കും. ആമേൻ. രണ്ടാമത്തെ ഒരു വിഷയം, അവിടെ ആദ്യം പിതാവിന്റെ ആവുമായുള്ള ബന്ധമാണെങ്കിൽ 6-ാം അധ്യായം യേശുവിന് തന്നെ വിശ്വസിക്കുന്നവരുമായുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. ആമേൻ. ഞാൻ ആ ഭാഗമൊക്കെ വിടുക. അപ്പം ഇത് രണ്ട് സ്ഥലത്താണ് നടക്കുന്നത്. ഒന്ന് യെരൂശലേമിലും, 2 ഗലീലയിലുമാണ് നടക്കുന്നത്. ആ കടലിനക്കരെ ഇക്രി, ആ ചെറു കടലിനക്കരെ ഇക്രിയാണ് നടക്കുന്നത്. എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 1 വർഷത്തെ ഡിസ്റ്റൻസും ഉണ്ട് ഈ വിഷയത്തിന്. ഞാൻ ആ വേഗത്തിൽ ഓടിക്കാം. യേശു അക്കരെ ഗലീലയിൽ ആയിരിക്കുന്ന സമയത്ത്, തിബിരിയാസ് കടലിനക്കരെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് രോഗികൾ, ശ്രദ്ധിച്ചേ, ഒരുപാട് രോഗികൾ തന്റെ അടുക്കലേക്ക് വന്നു. ആമേൻ. അവൻ ആ രോഗികളെല്ലാം അങ്ങ് സൗഖ്യമാക്കി. അവൻ രോഗസൗഖ്യം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗം ചിലപ്പം ശമിച്ചില്ലെന്ന് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. അത് നമ്മളെന്ന രീതിയിൽ നമ്മുടെ മനോഭാഗം, വിശ്വാസത്തിന്റെ കുറവും അതിന്റെ ഭാഗമായി സംഭവിക്കുന്ന എന്നതുകൊണ്ട് രോഗസൗഖ്യം ഇല്ലാതാകുന്നില്ല, ആ പ്രവൃത്തി ഇല്ലാതാകുന്നില്ല. ഇന്ന് പകലും വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യൻ അവൻ മാത്രമാണ്. ചേർന്നൊന്ന് പാടാമോ? എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, എല്ലാ രോഗങ്ങൾ, ചേർന്ന് പാടിക്കേ, നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു ഇന്നും, ഒരിക്കൽ കൂടെ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, ആ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം ഇന്നും. ഓ എൻ്റെ ഒരുപാട് അടയാളങ്ങൾ യേശു കർത്താവ് ചെയ്തു. ഒരുപാട് അടയാളം. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, അവസാനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അവൻ ചെയ്ത അടയാളങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ എഴുതിയാൽ അത് ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. അവൻ രോഗസൗഖ്യത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളുടെ ദൈവം. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. കരമൊന്ന് ഉയർത്തി നന്ദിയോടെ പറ. ഇന്നലകളിൽ രോഗസൗഖ്യം പ്രാപിച്ച ഒരു മൂക്കിപ്പനിയെങ്കിലും മാറി ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അടങ്ങിയിരിക്കരുത്, കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ, ഹല്ലേലൂയ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവര്, രോഗസൗഖ്യം പ്രാപിച്ചവര്, മുഴ മാറിയവര്, ഹല്ലേലൂയ, ട്യൂമർ സൗഖ്യമായവര്, ഹല്ലേലൂയ, ഇരുന്നു കൊണ്ട്, ഹല്ലേലൂയ, ഇന്നലെ എന്നെ കർത്താവ് സൗഖ്യമാക്കിയെന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്നവന്റെ മേൽ അത് വെളിപ്പെട്ടിരിക്കും, ഉറപ്പായി വെളിപ്പെട്ടിരിക്കും. ചൂടുള്ള സ്ഥലത്ത് AC പോലെ നടത്തിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം നമ്മളെ, ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ലെന്ന്. ഇങ്ങനെ അടയാളങ്ങൾ ഒരുപാട് കർത്താവ് ചെയ്തിട്ടുണ്ട്. ഓരോ അടയാളത്തിന്റെ പിന്നിലും കർത്താവിനൊരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അടയാളം നിങ്ങൾ അനുഭവിച്ചതിന്റെ പിന്നിലും നിങ്ങളുടെ മേൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അടയാളം കണ്ട എത്ര പേരുണ്ട് ഇവിടെ? ഈ ബൈബിളിനകത്ത് അടയാളം കണ്ടവരൊന്നും സൗഖ്യം പ്രാപിച്ചിട്ട് കാര്യസാധ്യം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ കർത്താവ് ആ അടയാളം ഒന്നും വെറുതെ ചെയ്തതല്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും തിരിഞ്ഞു നോക്കാത്ത, ഹല്ലേലൂയ, ഒരു സമൂഹത്തിന് മുഴുവൻ ഒതുക്കാൻ കഴിയാത്ത ആ മനുഷ്യനെ തേടി, ഹല്ലേലൂയ, യേശു ഗദരദേശത്ത് ചെന്നപ്പോൾ, ഹല്ലേലൂയ, അവനെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അവൻ മരിക്കുന്നതിന് മുമ്പേ അവന്റെ ജീവിതം കൊണ്ട് കല്ലറയിൽ അവൻ അടക്കിയതാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് പുറത്തിറക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പട്ടണങ്ങളെ തിരിക്കുന്നവനായി തീരും. ഹല്ലേലൂയ. ഞാൻ ആ വാക്ക് പറയുമ്പോ ഈ കഴിഞ്ഞ ദിവസം എന്നെ നോക്കി ഒരാൾ പ്രവചിച്ച ആളാണ്. ഒന്നും നടക്കുന്നില്ലല്ലേ, പേടിക്കണ്ട, നീയും നിന്റെ കൂട്ടവും ഒരു പട്ടണത്തെ തിരിക്കും. ആമേൻ. ഇത് നിങ്ങളോടെയും കൂടെയുള്ള ദൂതാണ്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, പട്ടണത്തെ തിരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മരണക്കെണിക്കകത്ത് ഒതുങ്ങിപ്പോയവനെ യേശു ഉപയോഗിച്ചെങ്കിൽ ഓരോ അടയാളത്തിന്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സഭയോടുള്ള, ഇതിനകത്ത് കയറിയവരോടുള്ള ശക്തമായ ദൂതാണ്. ഹല്ലേലൂയ. രോഗസൗഖ്യമോ ശാരീരിക ബുദ്ധിമുട്ടോ മാറി വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ളവനല്ല നീ. നിന്റെ പിന്നിൽ, ആ ഉദ്ദേശം നടത്തിയതിന്റെ പിന്നിൽ കർത്താവിനൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം പ്രാപിച്ചവരൊന്നും വീട്ടിൽ വെറുതെ ഇരിക്കരുത്. ഒരാഴ്ച 2 പേരോടെങ്കിലും യേശുവിനെ പറ്റി പറയണം. നിന്നെ നടത്തിയ വിധത്തെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തുവാ? വേറൊന്നും പറയണ്ടെന്നേ. എന്നെ സൗഖ്യമാക്കിയ ഒരു യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഈ വചനം മൊത്തവും പഠിച്ചിട്ട് അത് മൊത്തവും പ്രസംഗിക്കുന്നതല്ല ഈ ശുശ്രൂഷ. പഠിച്ചാൽ നല്ലത്, പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. പക്ഷെ നിനക്ക് അവിടെ പോയി പറയാവോ എൻ്റെ സഹോദരനോട്, സഹോദരിയോട്, അയൽവക്കംകാരോട് ഒരു വാക്ക്, എൻ്റെ യേശു സൗഖ്യമാക്കുന്നവനാണെന്ന്? അതല്ല, ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, അവർക്ക് യേശുവിന് ആവശ്യമുണ്ടെന്ന്. ഇനി ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട മീനെ പോലെയാണ്. ഒരു വേണ്ടെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. വെള്ളത്തിൽ നിന്ന് പിടിച്ച മീൻ അങ്ങനെയാണ്. കരയെ കിടന്നിട്ട് 2 തലയും കുത്തി ചാടും, വാലും കുത്തി ചാടും. എന്നിട്ട് ഇവൻ പറയാണ്, എനിക്ക് ഇനി കര മതി, ഞാൻ നീന്തി മടുത്തെന്ന് പറഞ്ഞാൽ ഇവൻ എന്തുമാത്രം ആയുസുണ്ട്? അധികം നാളില്ല. ഇത്രേ ഉള്ളൂ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ, യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആമേൻ. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ഹല്ലേലൂയ, ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അത് കണ്ട് നിങ്ങൾ മനസ്സ് മടിക്കരുത്. ചിലരൊക്കെ അങ്ങനെയാണ്, അവർക്ക് വേണ്ടാത്ത കൊണ്ട് പറയണ്ട. പകരം നിനക്ക് സൗഖ്യം കിട്ടിയാണോ നിങ്ങൾ പറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജനറേഷൻ ഇവിടെ കയറി വരാനുണ്ട്. ഹല്ലേലൂയ. ഓരോ അടയാളം ദൈവം കർത്താവ് ചെയ്തതിൻ്റെ പിന്നിൽ ചിലർ കയറി വരേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്രയോസിനെ പറ്റി പുറകെ എനിക്ക് പ്രസംഗിക്കാനുണ്ട്. ഹല്ലേലൂയ. അന്ത്രയോസ് ഒരു നല്ല മാതൃകയാണ്. ഹല്ലേലൂയ. താൻ അറിഞ്ഞ കർത്താവിനെ സ്വന്തം വീട്ടിലും സ്വന്തം ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും വേണ്ടി തിരിച്ചില്ല. അറിഞ്ഞ ഉടനെ പോയി പത്രോസിനോട് പറയാണ്, ഞാൻ യേശുവിനെ കണ്ടെത്തി, ഞാൻ യേശുവിനെ കണ്ടെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വന്നവനെ കാണണം. ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ കയറിപ്പോകുമെന്ന് ഓർത്തുകൊണ്ട് അവനോട് പറയാതിരുന്നില്ല. ഈ അന്ത്രയോസ് ഇവിടെ പോലും പരിചയപ്പെടുന്നത് ഹല്ലേലൂയ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് എന്നാ. പക്ഷെ കൊണ്ടുവന്ന ആരാണ്? ചിലരൊക്കെ അങ്ങനെ, എന്നെക്കാളും മേളിൽ അവൻ കയറിപ്പോകുമെന്നത് കൊണ്ട് അവൻ വരണ്ട. നോ. ഹല്ലേലൂയ. ഇന്ന് പകല് കൊണ്ടുവന്ന് നോക്ക്, നിന്റെ മനസ്സ് പോലെ നീ വിശാലായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും തരുന്നത് നമ്മുടെ പേഴ്സിന് എത്ര വലിപ്പമുണ്ടെന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ മനസ്സിന് എത്ര വലിപ്പമുണ്ടെന്ന് നോക്കിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും നമ്മുടെ സഹോദരന്മാരോടൊക്കെ പറയുന്നുണ്ട്, എൻ്റെ വയറിനധികം വലിപ്പമില്ലെങ്കിലും എൻ്റെ മനസ്സിന് നല്ല വലിപ്പമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ ഹല്ലേലൂയ അവരുടെ വയറ് നിറയ്ക്കാൻ മാത്രം ഒന്നും കണ്ടെന്ന് വരത്തില്ല, പക്ഷേ നിറഞ്ഞേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് മനസ്സിൻ്റെ വലിപ്പം എന്ന് പറയും. ഇന്ന് പകല് ഹല്ലേലൂയ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കൊടുക്കാനാണെങ്കിലും ഇവിടെ കൊടുക്കുന്നത് ഹല്ലേലൂയ കൊടുക്കുന്ന വലിപ്പത്തിലല്ല. അങ്ങനെ തിരിയരുത്, അങ്ങനെ ചിന്തിക്കരുത്. മനസ്സാണ് നോക്കുന്നത്. ഹല്ലേലൂയ. നീ ദൈവരാജ്യത്തിന് വേണ്ടി മനസ്സോടെയാണോ വിതച്ചത്? മനസ്സാണ് ഈ വിഷയത്തിനകത്ത് മനസ്സോടെ ചെയ്യുന്നവൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം വെളിപ്പെടും. എൻ്റെ ദൂത് തിരിഞ്ഞു പോകുന്നു, ഞാൻ തിരിച്ചു വരുവാണ്. അടയാളങ്ങൾ ഒത്തിരി ഉണ്ട്.
അടയാളങ്ങളെല്ലാം കൂട്ടിവെച്ചാൽ എഴുതാൻ പറ്റിയാൽ ദൈവത്തിന് പറയാനുള്ള മറ്റൊന്നും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 3.5 വർഷമേ യേശു ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്തു. ഹല്ലേലൂയ. ആ യേശുവിന് നമ്മോട് പറയാനുള്ള ദൂത് ഞാൻ ചെയ്തതിലും അധികം. 3.5 വർഷം ചെയ്ത യേശുവിന്റെ ശുശ്രൂഷ പുസ്തകത്തിൽ എഴുതി തീർക്കാൻ പറ്റത്തില്ല എങ്കിൽ ഹല്ലേലൂയ, യേശുവിന് നമ്മോട് പറയാനുള്ള ദൂത് ഞാൻ ചെയ്തത് നോക്കിയിട്ട് ഒത്തിരി ഉണ്ടെന്നോർത്ത് പ്രസംഗിക്കാനല്ല, അതിലും കൂടുതൽ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് എൻ്റെ പ്ലാൻ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, നിന്റെ കൈയാൽ രോഗികൾ സൗഖ്യമാകും. നിന്റെ കൈയാൽ ട്യൂമർ സൗഖ്യമാകും. നിന്റെ കൈയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുഴകൾ അപ്രസീതമാകും. നിന്റെ കൈയാൽ ഹല്ലേലൂയ. ഞാൻ ചോദിച്ച ഒരു ദൂത് പറയാം. മരുന്നല്ല ചിലപ്പോൾ കൊടുക്കുന്നത്. ഹല്ലേലൂയ. മരുന്നിനോടൊപ്പം പറയുന്ന സ്വത്രം ചില ട്യൂമറുകളെ മാറ്റിവിടും. കൂടെ ജോലി ചെയ്യുന്നവരോട്, കൂടെ സഹകരിക്കുന്നവരോട് യേശു നിനക്ക് അറിയാവുന്നവ പോലെ പറയാൻ പറ്റിയാൽ നിന്നിലൂടെ യേശു വെളിപ്പെട്ടിരിക്കും അവിടെ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രസംഗിക്കാനുള്ള ഭാഗം ഞാനാകുന്നു എന്ന വാക്കാ. എന്ന് പറഞ്ഞേ, ഞാനാകുന്നു. ഹല്ലേലൂയ. ആ വാക്കകത്ത് കയറിയവരോട് പറയട്ടെ, നീ ചെയ്യുന്നതെന്തും ആക്കി തീർക്കുവാൻ മതിയായവൻ നിന്റെ അകത്തുണ്ട്. നീ ചെയ്യുന്ന കാര്യത്തെ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുന്ന ഒരുവൻ നിന്റെ അകത്തുണ്ട്. എവിടെയാ നോക്കുന്നേ? എന്ത് കണ്ടിട്ടാ ചെയ്യുന്നേ? നീ പ്രാർത്ഥിക്കുന്നവനാണെന്ന് നോക്കിയോ? നീ ഉപവസിക്കുന്നവനാണെന്ന് നോക്കിയോ? ഇതല്ല കൈവെക്കാനുള്ള കാരണം. കൈവെക്കാനുള്ള കാരണം, പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി നിൽക്കാനുള്ള ധൈര്യം നിന്റെ അകത്താകുന്നവനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം ആകുന്നു. ഹല്ലേലൂയ. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്റെ ചുറ്റിലും കൊടുത്തു ദൈവം. ചുറ്റിലും കൊടുത്തിട്ട് ഹല്ലേലൂയ അബ്രഹാമിനോട് പറയാണ്, അബ്രഹാമേ, നിനക്ക് ഒത്തിരി അനുഗ്രഹമൊക്കെ കിട്ടി, പക്ഷേ അതല്ല, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഇന്ന് പകൽ അത് കിട്ടിയവർക്കായി ഞാൻ സ്തോത്രം. നിനക്ക് എന്ത് കിട്ടുന്നെന്നല്ല, നിനക്ക് അവനെ കിട്ടുന്നതാ വലിയ കാര്യം. ക്രൂശ് എന്ന് പറയുന്നത്, ക്രൂശിലെ യാഗമെന്ന് പറയുന്നത് നിനക്ക് നന്മ ലഭിക്കാനുള്ള സാധ്യതയല്ല, മറിച്ച് അവനെ കിട്ടാനുള്ള സാധ്യതയാണ്. അവനെ കിട്ടിയവരോട് പറയുന്ന കാര്യമാണ്, അവനോടുകൂടെ സകലത്തെയും. ഹല്ലേലൂയ. അവനെ തന്നെങ്കിൽ ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഏറ്റവും സമ്പത്തെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന യേശുവിനെ കിട്ടിയെങ്കിൽ അവനോടുകൂടെ സകലത്തെയും ലഭിക്കാതിരിക്കുമോ? സമ്പത്തിന് വേണ്ടി അവനെ വിട്ടുകളയരുത്. പാസ്പോർട്ടിന് വേണ്ടി ആരെങ്കിലും ഫ്രിഡ്ജ് മേടിച്ചവരുണ്ടോ? ഒക്കെ കൂടെ വന്നോളൂ. ഒന്ന് പറ. ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടോ, കൂടെ വന്നോളും, പുറകെ വന്നോളൂ. ഞാൻ അതിന്റെ പുറകെ വരണ്ട, അതിഞ്ഞ് കൂടെ വന്നോളും. ഇന്ന് പകൽ ചിലത് കൂടെ വരാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു കൂടെ അത് വന്നോളും? പക്ഷേ നീ നോക്കേണ്ടത് കർത്താവിനെ തന്നെ ആയിരിക്കണം. നീ സ്വീകരിക്കേണ്ടതും കർത്താവിന്. അവന്റെ നിറവിൽ നിന്ന് ഹല്ലേലൂയ ആ ലോകത്തിൽ ക്ഷയിച്ചു പോകാത്ത ചിലത് നിന്നിലേക്ക് കൈമാറേണ്ടതുണ്ട്. ലോകത്തിൽ വെച്ച് തീർന്നു പോകാത്ത ചിലത് നിന്റെ അകത്തേക്ക് തുറന്നു വിടാനുണ്ട്. ഹല്ലേലൂയ. 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 അവൻ തുറന്നു വിടാൻ പോവുകയാണ്. അവൻ നിന്നിലേക്ക് ചിലത് തുറന്നു വിടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്നിലേക്ക് ചിലത് ഒഴുകാൻ പോവുകയാണ്. വർഷങ്ങൾ കൊണ്ട് മരുഭൂമി പോലെ കിടക്കുന്ന നിന്റെ ശരീരത്തെയും മനസ്സിനെയും ഹല്ലേലൂയ ഒരു അപ്ഡേഷൻ നൽകി, രൂപാന്തരം നൽകി ദൈവം നിന്നിലേക്ക് ചിലത് കടത്തിവിടാൻ പോവുക. തോമസ് പറഞ്ഞതുപോലെ നിന്റെ രാത്രികൾ സ്വപ്നങ്ങൾ കാണുന്നതും നിന്റെ രാവുകൾ ദൈവപ്രവൃത്തിയുള്ളതും നിന്റെ ദർശനങ്ങൾ ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടതും ആകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിമഹത്തായ പ്രതിഫലമാകുന്നു. അവിടെ നിൽക്കാൻ എനിക്ക് നേരെയില്ല. മുന്നോട്ട് വരാൻ നേരത്ത് ആ ജനത്തിന് കൂടെ വന്നവനെ അറിയാൻ മേലാതായപ്പോൾ മോശയുടെ വാക്കിന് മറുപടിയായി പറഞ്ഞു, ഹല്ലേലൂയ, പേടിക്കണ്ട, ഞാനാകുന്നവൻ
യാഹുവേ, ഇടയാകുന്നവൻ ആരാണെന്ന് അറിയാൻ വയ്യേ? അബ്രഹാം, നിങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് ചോദിച്ചാൽ അറിയാം ഞാൻ ആരാണെന്ന്. ഹല്ലേലൂയ. അവൻ അബ്രഹാമിൻ്റെ ദൈവമെന്നും ഇസ്ഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും പിതാക്കന്മാരുടെ കൂടെ നിന്നാകുന്നവനായ ഞാനുണ്ടായിരുന്നെങ്കിൽ അതേ യാഹുവേ, അതേ പേരിൽ തന്നെ മക്കൾക്ക് വേണ്ടി ഇറങ്ങുവായി. ഞാനാകുന്നവൻ ഞാനാകുന്നു. മുന്നോട്ടോടി രാജാവായ ദാവീദിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് പാടാനും പറയാനും പറ്റുന്ന രീതി അദ്ദേഹം പറഞ്ഞ, അവൻ എൻ്റെ സങ്കേതമാകുന്നു. നമ്മൾ ഇന്ന് പാടി, അവൻ എൻ്റെ ശൈല്യമാകുന്നു, അവൻ എൻ്റെ കോട്ടയാകുന്നു, അവൻ എൻ്റെ പരിചാരകനാകുന്നു. ഇന്ന് പകൽ എന്നോടൊപ്പം എത്ര പേര് പറയും, അവൻ എൻ്റെ സഹായകനാകുന്നു, അവൻ എൻ്റെ സംരക്ഷകനാകുന്നു, അവൻ എൻ്റെ കാവലാകുന്നു, അവൻ എൻ്റെ കോട്ടയാകുന്നു. ഇന്ന് പകൽ എത്ര പേര് പറയും, അവൻ എൻ്റെ പരിചയാകുന്നു? ഇന്ന് പകൽ നിന്നെ അവനെ താണ്ടി ആർക്കും നിന്നെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ വിട്ടുകളഞ്ഞ്, അവനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിന്നെ ആർക്കും ആക്രമിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ മേൽ ആ കവറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇവർക്കൊന്നും മനസ്സിലാകാത്ത ഒരു വെളിപ്പാടിനകത്തേക്കും യഥാർത്ഥ ബോധത്തിനകത്തേക്കുമാണ് ക്രൈസ്റ്റ് കോൺഷ്യസ് ആകുന്നവനായി വെളിപ്പെടുന്നത്. സോ ഞാനിത് പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ അകത്ത് ഇത് നൽകിത്തരാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. എന്തിനാണ് പരിശുദ്ധാത്മാവ്? ചോദിക്കേ, എന്തിനാണ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ്? എന്തിനാണ്? യേശു ഭൂമിയിൽ ചെയ്ത സകല വിടുതലുകളെയും നിങ്ങളിലേക്ക് അയക്കേണ്ടതിനാണ്. കാൽവറിയിൽ യേശു പറഞ്ഞൊരു വാക്ക്, എല്ലാം നിവർത്തിയായിരിക്കുന്നു, ചച്ചറൈസ് ആയിരിക്കുന്നു, നിവർത്തിയായിരിക്കുന്നു. ഇനി ഒന്നും നിവർത്തിയാകാനില്ല, എല്ലാം. പക്ഷേ ആ വിടുതൽ നിന്നിൽ ആപ്ലിക്കബിൾ ആകുന്നത് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിലൂടെയും പരിശുദ്ധാത്മാവിലുള്ളത് നിന്നിലേക്ക് പകരപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ലോങ് സ്റ്റോറി തന്നെയുണ്ട്. നിങ്ങളുടെ പഴയ മനുഷ്യൻ, എത്ര പേരെന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ? പഴയ മനുഷ്യനിൽ സംഭവിക്കപ്പെട്ട സകല അവസ്ഥകളും ക്രൂശിലെ രക്തം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും തൂത്തുമാറണം. ചിലതിനെ നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെക്കണം. അതിനാ ശക്തി ആത്മാവിൻ്റെ വരും. ക്രൂശിലെ രക്തത്തെയും ക്രൂശിൽ വെളിപ്പെട്ട യാഗത്തെയും ചെറുതാക്കുകയല്ല. ഇന്ന് വെളിപ്പെട്ട് ഈ വാക്കിൻ്റെ അർത്ഥം, അവനിൽ വസിക്കാതെ നമുക്ക് ഫലം കായ്ക്കാൻ കഴിയുകയില്ല. ആമേൻ. ക്രൂശിക്കപ്പെട്ടവൻ തന്നെയാണ് നമ്മുടെ അകത്ത് വന്നേക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവൻ തന്നെയാണ് നിന്റെ അകത്ത് നിന്നിരിക്കുന്നത്. ക്രൂശിക്കപ്പെടാൻ നേരത്ത് അവൻ ഫിസിക്കൽ ബോഡിയിൽ വന്നെങ്കിൽ അവൻ യഥാർത്ഥ ആത്മാവായിട്ടാണ് നിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇന്ന് പകല് ഒരു പരിമിതി എന്താ? നിന്റെ അകത്തിരിക്കുന്നു എന്നുള്ളതാ. പക്ഷേ നിന്റെ പരിമിതി നിനക്ക് പൊളിക്കാമെങ്കിൽ ആ ദൈവം, ആ ആത്മാവ് പരിധിയില്ലാതെ നിങ്ങളിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അണക്കെട്ട്, വലിയ ഡാം തുറക്കുന്നത് പോലെ ഹല്ലേലൂയ, ആത്മശക്തിയെ നിന്നിലേക്ക് ഒഴുക്കാൻ, ആത്മാവിൻ്റെ ആ ഒരു വലിയ ഒഴുക്ക് നിന്നിൽ അനുവദിക്കാൻ എത്ര പേരുടെ മനസ്സ് തയ്യാറാകും? അങ്ങനെയുള്ളവരുടെ ജീവിതത്തിനകത്ത് അൺലിമിറ്റഡ് ആകുന്നത്, മുട്ടോളമല്ല അരയോളമല്ല, നീന്തിയിട്ട് കടപ്പാൻ കഴിയാത്ത ആത്മവ്യാപാരങ്ങൾ, വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ പ്രദർശനങ്ങൾ നിന്നിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ ഒഴുക്ക്, ഈ വ്യാപാരം, ഈ പട്ടണം കാണുമ്പോൾ ഈ പട്ടണം ഇതിന്റെ മുമ്പ് കീഴടങ്ങും. ആമേൻ പറ. ഒരു ദേശത്തിന് ഒതുക്കാൻ പറ്റാത്ത ഒരു അനോയിന്റിങ് നിന്റെ മേലുണ്ട്. ശിംശോനെ ഒതുക്കാൻ കൊണ്ടുവരുന്ന കയറിന്റെ ആ ബലഹീനത നിങ്ങൾ കണ്ടു നോക്ക്.
അവന്റെ മേലുള്ള അഭിഷേകം കൊണ്ട് അവനൊന്നിങ്ങനെ അനങ്ങുമ്പോൾ അവന്റെ ഉള്ളിലെ ദൈവശക്തി റിലീസ് ആകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പരാക്രമശാലിയെ പോലെ നിന്റെ മുതലിനെ മറ്റുള്ളവന് കൊടുക്കത്തില്ല എന്നുള്ള ഒറ്റ തീരുമാനം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ വിളിക്കേണ്ടത് പരാക്രമശാലി എന്നാ. എന്താണ് നിങ്ങളുടെ സ്വത്ത്? നിങ്ങളുടെ സ്വത്തെന്ന് പറയുന്നത് നിന്റെ ആത്മാവിനാൽ നീ മനസ്സിലാക്കിയാൽ അറിയും, ഈ ദേശത്തിലെ മനുഷ്യർ നിന്റെ സ്വത്താണ്. നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന അവകാശമാണത്. ഞാൻ ജാതികളെ അവകാശമാക്കും. കേട്ടിട്ടുണ്ടോ? ഞാൻ രാജ്യങ്ങളെ അവകാശമാക്കും. ഒന്ന് ആത്മാവിലൊന്ന് ഉച്ചരിച്ച് പറഞ്ഞാടെ, ഞാൻ രാജ്യങ്ങളെ അവകാശമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് ഒരു സമൂഹം രാജ്യങ്ങളെ കീഴടക്കിയതുപോലെ നിന്റെ അകത്ത് വസിക്കുന്ന ആത്മാവിനാൽ ചിലതിനെ കീഴടക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ അയക്കപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയുക. തിരിച്ചൊന്ന് ചിന്തിച്ച്, ഇനി എന്താണ് നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത്? ഇനി ഒന്നും കർത്താവ് ചെയ്യാനില്ല. അതാണ് വാക്ക്. ഇറ്റ്സ് ഓൾറെഡി കംപ്ലീറ്റഡ്. ഇത് കംപ്ലീറ്റ് ആയി. ഇതിന്റെ പ്രദർശനമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നത്. പുസ്തകം തുറക്കുവാനോ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനായ ആരെയും കാണാഞ്ഞിട്ട് ഒരു ദൂതൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ആരെങ്കിലും ഉണ്ടോ? പുസ്തകം തുറക്കുവാനും പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായ ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തിലോ ഭൂമിയിലോ ആരെയും കാണാഞ്ഞതുകൊണ്ട് ഒരു നിശബ്ദതയുടെ പിന്നിൽ യോഹന്നാൻ കരയുകയാണ്. അപ്പോഴാണ് പറയാനൊരു വാക്ക് ആ മൂപ്പനുള്ളത്. യോഹന്നാനെ നീ കരയണ്ട, യോഹന്നാനെ നീ കരയേണ്ട കാര്യമില്ല. ഈ പുസ്തകം തുറക്കാനും ഈ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായ ഒരുവനുണ്ട്. യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ യോഹന്നാന്റെ കണ്ണുകൾക്ക് അവിശ്വസനീയം എന്ന രീതിയിൽ യോഹന്നാൻ കാണുന്നു, അങ്ങ് കാൽവറിയിലെ ഗിരിമുകളിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് നിന്നതുപോലെ ആ മഹത്വീകരിക്കപ്പെട്ട ശുശ്രൂഷയുടെ നടുവിൽ യോഹന്നാൻ കാണുകയാണ്, യേശു ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വർക്കും കംപ്ലീറ്റഡ് ആയി. ഒന്ന് പറഞ്ഞാട്ടെ, എല്ലാ വർക്കും കംപ്ലീറ്റഡ് ആയി. ഇനി ഒരു കാര്യവും നിനക്ക് വേണ്ടി കർത്താവ് പുതുതായി ചെയ്യണ്ട. പറഞ്ഞേ, വിശ്വസിക്ക്. കർത്താവ് നിനക്ക് വേണ്ടി ഇനി പുതുതായി ഒന്നും ചെയ്യണ്ട. അവൻ ചെയ്തിട്ട് അവൻ ആത്മാവായി നിങ്ങളുടെ ഉള്ളത്തിൽ നിൽക്കുക. ഹല്ലേലൂയ. ചെയ്തതിന്റെ നിവർത്തീകരണം ഇനി സംഭവിക്കണം. ചെയ്തതിന്റെ നിവർത്തീകരണം സംഭവിക്കണം. ഒരു കാര്യം ഞാൻ പറയും, എല്ലാ മുട്ടും അവന്റെ പറയുന്നില്ലല്ലോ, എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങും. ഒന്ന് പറ, എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങിയേ പറ്റുള്ളൂ. പറ, ഈ ദേശത്തിന്റെ എല്ലാ മുട്ടുകളും അവന്റെ മുമ്പിൽ മടങ്ങിയേ പറ്റുള്ളൂ. ബിക്കോസ് ഹി ഈസ് ദ ലോർഡ്. അവനാണ് കർത്താവ്. അവൻ കർത്താവായതുകൊണ്ട് അത് അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനെയും മുട്ടു മടങ്ങിയേ പറ്റുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ പറയുന്നു, ഹല്ലേലൂയ. അവൻ ചിലരെ പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഒരു പരിമിതിയേ ഉള്ളൂ. ആ പരിമിതി നിങ്ങളാണ്. വിശാലതയുള്ള കൂടാരമായി മാറുക. വിശാലമായ കൂടാരമായി മാറാൻ നീ തയ്യാറാണെങ്കിൽ, മറ്റുള്ള ഒരാളെയും കൂടെ ഉൾക്കൊള്ളിക്കാനൊരു മനസ്സ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിന്നാൽ ചിലത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരാളെ പോലും നേരാത്തവരോട് ഞാൻ പറയുന്നു, നീ ഒരു കൂട്ടത്തെ പിടിക്കും.
കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒന്നുകൂടെ പറയുന്നു, ആരോടും സുവിശേഷം പറയാത്തവരോട് ഞാൻ പറയുന്നു, നീ ഒരു കൂട്ടത്തെ പിടിച്ചിരിക്കും. ഈ ദൂതാണ് യേശുവിന് ഹല്ലേലൂയ പത്രോസിനോട് പറയാനുള്ളത്. പത്രോസെ, പല പ്രാവശ്യം നിന്റെ കൈ കഴയ്ക്കുന്ന അത്രത്തോളം പ്രാവശ്യം നീ വീശിയിട്ട് ഒന്നും കിട്ടുന്നില്ലേ? പേടിക്കണ്ട മോനെ, ഞാൻ കയറുകയാണ്. ഇനി ഈ വലയ്ക്കകത്ത് ആ നിറവ് വന്നിരിക്കും. ആ നിറവ് വന്നിരിക്കും. അത് മത്സ്യമല്ല, അതൊരു ജനമാണ്. ഹല്ലേലൂയ. ഒരു കൂട്ടത്തെ പിടിക്കാൻ നിന്റെ കയ്യിൽ ഉള്ള അധ്വാനമല്ല, നിന്നിനുള്ളിലെ യേശു. പടകൊണ്ട്, വലയുണ്ട്, മത്സ്യം ഇടാനുള്ള കൂടെയുണ്ട്, അത് വീശാനുള്ള ആരോഗ്യമുണ്ട്. പക്ഷെ ഇതല്ല മാനദണ്ഡം, യേശുവാണ് മാനദണ്ഡം. അവനാകുന്നു മാനദണ്ഡം. ആമേൻ, ആമേൻ. ഞാൻ വചനത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു വലിയ കൂട്ടം സൗഖ്യമാകുന്ന ജനത്തെ പ്രതി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. യേശു മലയിൽ കയറി അവരോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരം അങ്ങ് നീണ്ടുപോയി. 11:30 ആയപ്പോൾ നിർത്തിയില്ല. ചൂടുണ്ടായാലും നിർത്തിയില്ല. ചൂടും മഞ്ഞും സമയവും കഴിഞ്ഞു പോയിട്ടും യേശു നിർത്തിയില്ല. ഇരിക്കുന്നവർക്കും ബോറടിച്ചില്ല. കൊണ്ടുവന്ന ബാലൻ ഭക്ഷണം പോലും കഴിക്കാതെ ആ പ്രസംഗം കേട്ടുകൊണ്ടേയിരുന്നു. ആമേൻ. യേശു ജനത്തിന് വിശക്കുന്നുവെന്ന് കണ്ടപ്പോൾ, ഞാൻ ശിഷ്യന്മാരുടെ ഭാഗം പറയാം, യേശുവിന്റെ ഭാഗം അവിടെ നിൽക്കട്ടെ. ഇവരെ പറഞ്ഞയച്ചോ? ഇവരെ എത്രയും വേഗം ഇവർക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. ഇത്ര നേരം ഞങ്ങൾ ആരായിരുന്നു? ശുശ്രൂഷകന്മാരായി. ഇനി എന്നാ അറിയണം? വേലക്കാരാകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്യണം? എത്രയും വേഗം ഇവരെ പറഞ്ഞു വിട്ടു. ഭയങ്കര പ്രശ്നമാകും. എനിക്ക് തോന്നുന്നു ഈ ബഹളം കേട്ടോണ്ടായിരിക്കും യേശു ഫിലിപ്പോസിനോട് പറയാണ്, എന്താ പറഞ്ഞേ? അവർക്ക് അപ്പം കൊടുക്കാൻ പറ്റുമോ ഒന്ന് നോക്ക്. അപ്പം കിട്ടുവോ ഒന്ന് നോക്ക്. അപ്പം ഈ പുള്ളിക്കറിയാം 3 ദിവസമായിട്ട് ഇവിടെ മീറ്റിംഗ് ഉണ്ട്. 3 ദിവസം മീറ്റിങ്ങിന്റെ ബജറ്റായിട്ടല്ല യൂത വന്നേ. ഖജാൻജി പുള്ളിയാണല്ലോ. 3 ദിവസത്തെ ബജറ്റ് ഇല്ല. 3 ദിവസം ആഹാരം കഴിക്കാത്തത് കൊണ്ട് തന്നെ കൊണ്ടുവന്നതല്ല ഇവിടെ ഇരിപ്പുണ്ട്. ആ കീശയ്ക്കകത്ത് ഇരിപ്പുണ്ട്. ഫിലിപ്പോസിനും അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. ഫിലിപ്പോസ് പറയാണ്, കയ്യിലൊരു 200 പണമുണ്ട്. കയ്യിലൊരു 200 ക്യാഷ് ഉണ്ട്. നമ്മുടെ ഭാഷയിലെ ക്യാഷ് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഒരാളുടെ ശരാശരി ജോലിക്കാരന്റെ വേതനമാണ് 1 ദിനാർ. ഇപ്പൊ ആ ഒരു കണക്കിൽ 200 എണ്ണം ഉണ്ട്. 200 പേര് ഒരു ദിവസം ജോലി ചെയ്താൽ എത്ര സമ്പാദിക്കാൻ പറ്റുമോ അത്രയും ക്യാഷ് ആരുടെ കയ്യിലുണ്ട്? യൂദായുടെ പോക്കറ്റിൽ ഉണ്ട് എന്ന് ആർക്കറിയാം? ഫിലിപ്പോസ് യേശുവിനോട് പറയാണ്, കയ്യിൽ 200 കാശുണ്ട്. ഇതിന് പോയി മേടിച്ചാലും ഇരിക്കുന്ന ജനം അനുസരിച്ച് എല്ലാവർക്കും തൃപ്തി വരുന്ന രീതി കൊടുക്കാൻ പറ്റുമെന്ന് ഇച്ചിരി കൊടുത്താലും അല്പം കൊടുത്താലും തികയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. തികയാത്ത മേഖലകളെ ദൈവത്തിന് തികയ്ക്കാൻ കഴിയുമെന്ന് എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. ഇന്ന് പകലെ തികയാത്ത ചില മേഖലകൾ തികയ്ക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ വിഷയത്തെ ഡീൽ ചെയ്യാൻ യേശുവിന് പറ്റുമെന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, ആ വിഷയത്തിൽ, നിന്റെ വിഷയത്തിൽ യേശു ഉറപ്പായിട്ടും പ്രവർത്തിച്ചിരിക്കും. വീഞ്ഞ് പോരാതെ വരികയാൽ, എന്താണ് വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ യേശുവിനോട് പോയി പറയുകയാണ്, ഈ വീട്ടിൽ വീഞ്ഞ് പോരാതെ ആയിട്ടുണ്ട്, നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്താ യേശുവിന്റെ അടുക്ക് വരുന്നേ? പ്രത്യേക ആൾക്കാരുണ്ട് അവിടെ, വിരുന്നുവാഴി. ഇന്നത്തെ എന്താ പറയുന്നേ,
ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രത്യേക സിസ്റ്റം തന്നെ അവിടെ ഉണ്ട്. വെള്ളം ഒഴിച്ചോ ഡൈലൂട്ട് ചെയ്തോ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ഹല്ലേലൂയ യേശുവിന്റെ അടുക്ക വരുന്നതന്നെ അവിടെ അറിയാം, യേശുവിന്റെ അമ്മയ്ക്ക് അറിയാം ഇത് പരിഹരിക്കാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ രാഴ്ച പിടിച്ചോ, ദൂതനെ പിടിച്ചോണം. എല്ലാ വിരുന്നിന്റെ പോരായ്മയും പരിഹരിക്കാൻ കഴിയുന്നവൻ നിങ്ങളുടെ അകത്ത് നേരത്തെ കയറിയിട്ടുണ്ട്. ഈ നിറവ് സഫിഷ്യന്റ് ആണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ നിറവല്ല, നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു എന്ന നിറവ്. He is sufficient for us. ഹല്ലേലൂയ. അവൻ എനിക്ക് പൂർണ്ണനാണ്. അവൻ എന്ന പൂർണ്ണതയിലേക്കാണ് അപൂർണനായ നാം കയറി ചെല്ലുന്നത്. നമ്മുടെ കയ്യിൽ എത്രത്തോളം പണം ഉണ്ടെങ്കിലും നമ്മളെ പോലെ തന്നെയാണ്, അപൂർണതയാണ്. ഫിലിപ്പോസിനും അതേ പറയാനുള്ളൂ. ഇത്തിരി അല്പം കൊടുക്കാൻ കണ്ണ് തള്ളിപ്പോയി കാണും അല്ലേ ആ ജനത്തെ കണ്ടിട്ട്. വചനം താഴെ പറയുന്നു, ഇരുത്തി അല്ലേ, ഇരുത്തി വിളമ്പിയപ്പോൾ ഇരുന്ന പുരുഷന്മാരുടെ കണക്കനുസരിച്ച് 5000 പേര്. ഓരോരുത്തൻ ഭാര്യയും കൊണ്ടാ വന്നായിരുന്നെങ്കിൽ, ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ 1നെ 3 കണക്കാക്കപ്പെടേണ്ട വരും. അങ്ങനെ കൂട്ടിയാലും 15000 പേരും. പക്ഷേ ഇന്നത്തെ കണക്കല്ലല്ലോ. ഒരു വീട്ടിൽ ഒരു മകൻ എന്ന കണക്കല്ല, 1 എന്നുള്ള 2 അല്ല, ഞങ്ങളെപ്പോലെ 3 അല്ല, 10ഉം 12ഉം ഉള്ള കണക്കുകളാണ് ആ കാലഘട്ടത്തിൽ അല്ലേ. അങ്ങനെയാകുമ്പോൾ ഏത് കണക്ക് പിടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എത്ര കണക്കാണെങ്കിലും അവൻ സഫിഷ്യന്റ് ആണ്. അവൻ സഫിഷ്യന്റ് ആണ്. നിങ്ങൾക്ക് എന്താ പിടിച്ചോണം, അവനാണ്. നീ പഠിച്ചതോ നിനക്ക് ആരും തരാന്ന് പറയുന്ന ജോലിയല്ല. ഹീ സഫിഷ്യന്റ് ഫോർ മീ. അങ്ങനെ വാക്യമുണ്ട് ബൈബിളിൽ. അവൻ ക്രിസ്തു നിമിത്തം എനിക്ക് ഇത് കിട്ടിയിരിക്കും. ഒരുപാട് പേരെ സാക്ഷ്യം പറയാനുണ്ടാ. ഒരുപാട് ജോലി കിട്ടേണ്ടവർക്ക് കിട്ടാതിരുന്ന കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വന്ന് എന്നോട് സാക്ഷ്യം പറഞ്ഞു. കോളേജ് മുതൽ അല്ലെങ്കിൽ ഈ PDഗ്രി മുതൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഡോക്ടറാകാൻ തന്നെ പഠിച്ചവരുണ്ടായിരുന്നു. പക്ഷെ അവരാരും ഡോക്ടറായില്ല, ഡോക്ടറാകത്തില്ല. എവിടെയോ മനസ്സിന്റെ കോണിൽ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. അതിനിടയിൽ ഒരു ദൂതും കേട്ടു, പക്ഷെ ആ ആൾ ഡോക്ടറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകല്. ഹല്ലേലൂയ. എന്തോ കണ്ടണ്ട നിങ്ങൾക്ക് ചോദിക്കും, ആഴ്ച വലിയ വരുമാനമൊന്നുമില്ല, പക്ഷേ ഹല്ലേലൂയ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് അല്ല, മറിച്ച് എൻ്റെ കൂടെ ആകുന്നവനുണ്ട്, എൻ്റെ കൂടെ ആകുന്നവനുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരിമിതിക്കകത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് നിന്നിൽ സംഭവിക്കുന്നത് പരിമിതിയുടെ പ്രദർശനമാണെന്ന് ചിന്തിക്കരുത്. നിന്നിൽ സംഭവിക്കുന്നത് നിറവിൽ നിന്നാണ്. ഹല്ലേലൂയ. സാരാഭാത്തിലെ വിധവയുടെ ഭരണിക്കകത്തേക്ക് കയറി വരുന്നത് എവിടെ നിന്നാ? അവളുടെ ഭർത്താവ് ഉണ്ടാക്കി വെച്ചതാണോ? അവൾ ജോലി ചെയ്തതാണോ? ഹല്ലേലൂയ. നിറവ് പൊങ്ങി വരാൻ പോവുക, നിറവ് പൊങ്ങി വരാൻ പോവുക, നിറവ് പൊങ്ങി വരാൻ പോവുക. ഒരു വലിയ ജനത്തെ കണ്ടിട്ട് പറയാണ്, നോ, എത്ര വന്നാലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. കർത്താവിനൊരു ദൂത് പറയുന്നു, ഒരു 5000 വന്നാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടോ? മനസ്സുണ്ടാക്കും. ഹല്ലേലൂയ. 5000 വന്നാൽ, 10000 വന്നാൽ, 15000 വന്നാൽ, ഫിലിപ്പോസിനെ പറ്റുന്നില്ല. ഫിലിപ്പോസിനെ അറിയത്തില്ല, എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ യേശുവിന് പറയാം, ഐ ഹാവ് പ്ലാൻ, എൻ്റെ കയ്യിൽ പ്ലാൻ ഉണ്ട്. ഉറക്കത്തിൽ കടന്നപ്പോ കർത്താവിനോട് പറഞ്ഞ ദൂത ഫിലിപ്പോസിനോട് ചോദിച്ച എന്താണ്? നിന്റെ കൈ പൈസ ഉണ്ടോന്നാണോ? ആണോ? റിങ്കു അല്ല. നിങ്ങൾ വായിച്ചു നോക്ക്. ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? എന്നാ കൊടുത്ത് മേടിക്കുമെന്നല്ല ചോദിച്ചേക്കുന്നേ, എവിടെ നിന്ന്? അത് മലയാളത്തിൽ വന്ന പിച്ചോട് വ്യത്യാസമുണ്ട്. എങ്കിലും ഇത് ഇങ്ങനെ ചിന്തിക്കുക, എവിടെ നിന്ന് അപ്പം വാങ്ങും? അപ്പം എവിടുന്നാ കിട്ടുന്നെന്നാ ചോദ്യം. അങ്ങനല്ലേ? അപ്പം എവിടുന്നാ കിട്ടുന്നെന്ന ചോദ്യം. ഈ പുള്ളിക്കാരൻ പോയി അളന്ന് നോക്കിയ എന്തുവാ, എത്ര രൂപ കയ്യിലുണ്ടെന്ന്. അത് പ്രിയ ദൈവമക്കളെ, എത്ര രൂപ കയ്യിലുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത്.
നിന്റെ കൂടെ നിൽക്കുന്ന ആരാണ് എന്ന് ഏറ്റവും അണ്ടർസ്റ്റാൻഡിങ് ഏറ്റവും മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നീ ഒരു വലിയ ജനത്തിനെ ഡീൽ ചെയ്തിരിക്കും. തൊട്ട് താഴെയുള്ള വാക്ക് ഇത് പരിശോധിക്കാൻ ചോദിച്ചതാണ്. ആരോട്? ഫിലിപ്പോസിനോട് പരിശോധിക്കാൻ ചോദിച്ചതാണ്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. ഈ ഹാവ് പ്ലാൻ. ഫിലിപ്പോസിന് പ്ലാൻ ഇല്ല. ഇതൊരു ദൂത, സഭയുള്ള ദൂതാണ്. 5000-ത്തെയോ 10,000-ത്തെയോ 15,000-ത്തെയോ 20,000-ത്തെയോ ഡീൽ ചെയ്യാൻ ആർക്കറിയില്ല. ഇവര് പറയാൻ എങ്ങനെയാലും വിട്ടേക്കാനാ പറഞ്ഞു. എപ്പം വിട്ടു. യേശു പറയാണ്, നിന്നെ ഞാൻ പരിശോധിക്കുകയാണ്. കാരണം എന്നാണെന്നറിയോ, ഞാൻ ഇങ്ങനെ എപ്പോഴും നിന്റെ കൂടെ നിൽക്കത്തില്ല. ഞാൻ നിന്റെ അകത്ത് വരുമ്പം നീ ഈ തീരുമാനം എടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ഈ തീരുമാനം നീ തന്നെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അകത്തുകൊണ്ട് ഇന്ന് നിന്നെ ഞാൻ പരിശോധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ഇവരെ ഡീൽ ചെയ്യാൻ പറ്റുമോ? ആസ് എ പാസ്റ്റർ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ആത്മാർത്ഥമായി, ഒരു 5000-ത്തെ ഡീൽ ചെയ്യാനുള്ള അഭിഷേകം നിന്റെ മേലുണ്ടോ? 5000-ത്തെ ഡീൽ ചെയ്യാനുള്ള മനസ്സ് നിന്റെ അകത്തുണ്ടോ? 10,000-ത്തെ ദൈവം നിനക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ ഡീൽ ചെയ്യാനുള്ള സാധ്യത, വിശ്വാസം, അവർക്ക് വേണ്ടി നിൽക്കാൻ നിനക്ക് പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മിറക്കിൾ നടന്നാൽ ആള് വരും. ആമേൻ. യേശു വിശ്രമിക്കാൻ പോയെന്ന് മർക്കോസ് പറയുക. അല്പം ഒന്ന് വേറിട്ട് മാറി. വിശ്രമം മീൻസ് പ്രയറാ. അപ്പൊ ഒന്ന് മാറിയിരിക്കാൻ പോയതാ. പക്ഷെ പോയടുത്ത് കുറച്ച് പേര് സൗഖ്യത്തിനായി വന്നു. കൈവച്ചു, സൗഖ്യമായി, അത്ഭുതം നടന്നു. ഇരിക്കാൻ ആളില്ലാത്ത നിറവ് അവിടെ വെളിപ്പെട്ടു. ഇന്ന് രാവിലെയും ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവം ഒരു ജനത്തിന്റെ നിറവ് നിങ്ങളുടെ മേൽ അയച്ചിരിക്കും. ഒരു നിറവ് ഇവിടെ സംഭവിക്കാൻ സാധ്യതകൾ അടുത്തിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽ കൃത്യം ചോദ്യം പറയുന്നു, നീ 5000-ത്തെ ഡീൽ ചെയ്യാൻ തയ്യാറാണോ? 10,000-ത്തെ ഡീൽ ചെയ്യാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഒരു കൂട്ടം നിന്റെ നേരെ വന്നാൽ ഫിലിപ്പോസിനെ പോലെ തികയത്തില്ലെന്ന് നീ പറയുമോ? ഇത് ദൂത് തലയ്ക്ക് മീതെ വന്ന് നിങ്ങളോടും ചോദിക്കുക. നിങ്ങളോടല്ല, എന്നോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് മറുപടി പറയാനുണ്ട്, നിങ്ങൾക്ക് മറുപടി പറയാൻ ഉണ്ടാകണം. എനിക്ക് പറ്റത്തില്ല, പക്ഷേ എൻ്റെ അകത്തൊരുവനുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ വാക്ക് മാത്രം കേൾക്കും. Rakuna basia labrakatasi shamanakadara barakasia labrate liviandala prabedana. Hallelujah, 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 hallelujah. ഞാൻ ഈ വാക്ക് നിർത്തുകയാണ്. അടുത്ത ദിവസങ്ങൾ നമുക്ക് തുടങ്ങാം. ഹി ഹാവ് പ്ലാൻ. ആ വാക്കൊന്ന് വായിച്ചേ. അവൻ പരീക്ഷിക്കേണ്ടതിനാണ് ചോദിച്ചത്. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. എല്ലാവരും ഒന്ന് ദിവസം എഴുന്നേറ്റിരുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നല്ല പ്ലാനുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് തോന്നുന്ന ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ അകത്ത് ചില ആകുലതയുടെ നടുവിൽ പ്രയാസപ്പെട്ടപ്പോൾ കർത്താവിനോട് പറഞ്ഞ കാര്യമാണ്, ഹി ഹാവ് പ്ലാൻ. നിന്റെ അകത്ത് പ്ലാൻ ഇല്ല, പക്ഷെ അവൻ്റെ അകത്ത് പ്ലാനുണ്ട്. എന്ത് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നല്ല പ്ലാനുണ്ട് അവന്. ഹല്ലേലൂയ. പറ. ഇപ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ ഹി ഹാവ് പ്ലാൻ. മഴ പെയ്യുമെന്നൊരു ദൂത് നോഹയോട് പറയുമ്പോൾ നോഹയ്ക്കൊരു പ്ലാൻ പറഞ്ഞു കൊടുക്കാനുണ്ട്. ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, എങ്ങനാ ചെയ്യണമെന്നുള്ള പ്ലാൻ മേടിച്ചോണം. കൃത്യം പ്ലാനാ, മുഴക്കണക്ക്. ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ പെട്ടകം എങ്ങനെ പണിയണമെന്നും അതിനകത്ത് ഒരു ഇഞ്ചോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിലുള്ള കണക്ക് ദൈവത്തിന് അവതരിപ്പിക്കാനുണ്ട്. ഞാനൊരു ദൂത് പറയാൻ എത്ര പേരോട് ചെയ്യും, നിന്റെ കൈ തരാനുള്ളവർ കണക്ക് ലിസ്റ്റ് റെഡിയാണ്.
എന്റെ അകം അത് പറയുമ്പോ സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു കൂട്ടത്തെ കണ്ട് പറയുന്നില്ല, ഓരോ തല എണ്ണി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ദൈവം. ഓ റബകതലബസിയ ലമനകദര മനശരദരഗസിയ അലാക്രഹറ്റസിയ ലബ്രഖറ്റസിയ. ഒന്ന് ദൈവസന്നിധിയിലേക്ക് പിടിച്ചോ കേട്ടോ, ഒന്ന് പിടിച്ചോ. ഹല്ലേലൂയ. അവസാനത്തെ വാക്ക്, രണ്ടാമത് വായിച്ച വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അത് പ്രസംഗിക്കാം. ഹല്ലേലൂയ. അവനെ വിട്ടുപിരിഞ്ഞ് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അവൻ എന്നിലും ഞാൻ അവനിലുമായാൽ നിങ്ങൾ നല്ല ഫലം കായ്ക്കും, ധാരാളം ഫലം കായ്ക്കും. അവനെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യെസ്, ആകുന്നവനായ ഒരുവൻ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഇന്നത്തെ ദൂത്, അവന് നിങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്. ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവനറിയാം. ആ പ്രോബ്ലത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യേശുവിന് പ്ലാൻ ഉണ്ട്. കണ്ണടച്ച് പിടിച്ചോ ദൂതിനെ. ഇന്ന് രാവിലെ ആശങ്കയ്ക്കകത്ത് നിൽക്കുന്നവരോട്, പ്രതികൂലത്തിനകത്ത് നിൽക്കുന്നവരോട്, പ്രശ്നത്തിനകത്ത് നിൽക്കുന്നവരോട്, സാധ്യതകളില്ലാതെ നിൽക്കുന്നവരോട്, പരിമിതികൾക്കകത്ത് നിൽക്കുന്നവരോട്, തികയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോട്, ഹല്ലേലൂയ, ഈ ജനപ്പെരുപ്പം കൂടുതലാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുണ്ട്, ഫിലിപ്പോസേ, നിനക്കറിയത്തില്ലെങ്കിലും ഹല്ലേലൂയ എനിക്കറിയാം ഈ പ്രോബ്ലത്തെ എങ്ങനെയാ പരിഹരിക്കേണ്ടെന്ന്. ഐ പ്രൊഫസൈ He have plan for your future. നിന്റെ ഭാവിയെക്കുറിച്ച് അവന് കൃത്യമായ പദ്ധതിയുണ്ട്. നിന്റെ പ്രതികൂലത്തിൽ നീ എങ്ങനെ പോകണമെന്ന് കൃത്യമായ പദ്ധതി അവനുണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിത്തീരണമെന്ന് അവന് കൃത്യമായ പദ്ധതിയുണ്ട്. നിന്റെ സഭ എങ്ങനെയായി മാറണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ കുഴഞ്ഞുപോയ പ്രശ്നത്തിനകത്ത് എങ്ങനെ തിരികെ വരണമെന്ന് അവന് കൃത്യം സ്ട്രാറ്റജികൾ നിന്നോട് പറയാനുണ്ട്. ഇന്ന് രാവിലെ മുതൽ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ എത്ര പേർക്ക് പറ്റും? ചതഞ്ഞ ഓടയെ അവൻ ഒടുക്കി കളയത്തില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയത്തില്ല. നീതി സമാധാനമായ അവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ചതഞ്ഞ ഓടയോടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നിർത്താം വീടുതേരിൻ ദൈവം എന്നേശു. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറിടും വേളകളിൽ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ചതഞ്ഞോടെ അവൻ ഒടിച്ചു കളയത്തില്ല. ഈ പകൽ പുകയുന്ന തിരികെ അവൻ കെടുത്തി കളയത്തില്ല. എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ എത്ര പ്രതികൂലത്തിലാണെങ്കിലും, എത്ര പ്രശ്നത്തിലാണെങ്കിലും, എത്ര ആകുലതയിൽ നിൽക്കുന്നവരാണെങ്കിലും സ്വയവിവേകത്തിലൂന്നരുത്. സ്വന്തം പ്രയത്നത്തിൽ നിങ്ങൾ കാര്യങ്ങളെ ചെയ്യരുത്. മേ ബി 200 പണം ഉണ്ടെന്ന് വെച്ച് നീ അതിൽ ഊന്നി നിൽക്കരുത്. എപ്പോഴും കർത്താവിൽ ആശ്രയിക്കുക. പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്ത നിന്നെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്ന, പാടാൻ അറിയത്തില്ലാത്ത നിന്നെ പാടാൻ പഠിപ്പിക്കുന്ന, ജീവിക്കാൻ അറിയത്തില്ലാത്ത നിന്നെ ജീവിപ്പിക്കാൻ പഠിപ്പിച്ച, തോറ്റുപോയ നിന്നെ ജയിപ്പിക്കാൻ നിന്റെ അകത്തിറങ്ങി വന്ന ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിന് തിരിഞ്ഞൊന്ന് ചിന്തിപ്പാൻ, സ്വീകരിപ്പാൻ, അവനിൽ നിന്ന് കേൾപ്പാൻ, അവരിൽ നിന്ന് പ്രാപിപ്പാൻ, ഞാനാകുന്നവൻ നിന്റെ ഉള്ളിൽ. മോശയെ ഫറവോന്റെ മുമ്പിൽ ഒരു ദൈവത്തെ പോലെ അവതരിപ്പിച്ചതുപോലെ മുണ്ടക്കയത്തിന്റെ മണ്ണിൽ ചിലരുടെ മുമ്പിൽ ഒരു ദേവനെ പോലെ ദൈവം നിന്നെ അവതരിപ്പിക്കാൻ പോവുകയാണ്. മെലീത്ത് എന്ന ആ ദ്വീപിനകത്ത് മറ്റുള്ളവർ ദേവനെന്ന് ചിന്തിക്കുന്ന രീതിയിൽ പൗലോസിന്റെ ജീവിതത്തെ മാറ്റിയ ആകുന്നവൻ നിന്റെ കൂടെയുണ്ട്. അതെ, പത്രോസിനെ അകത്ത് വ്യാപരിച്ചവൻ, പൗലോസിന്റെ അകത്ത് വ്യാപരിച്ചവൻ. പൗലോസിന്റെ വാക്കുപോലെ യഹൂദന്മാരുടെ ഇടയിൽ
പത്രോസിന്റെ ഉള്ളിൽ വ്യാപരിച്ചവൻ ജാതികളുടെ ഇടയിൽ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. അതെ, മുണ്ടക്കയത്ത് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു. പത്രോസ് ചെയ്തത് തന്നെ, പൗലോസ് ചെയ്തത് തന്നെ യേശുവിനാൽ നീയും ചെയ്യും. നീയും ചെയ്യും. നിന്റെ കൈ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ കൈ അടയാളം പ്രവർത്തിച്ചിരിക്കും. നിന്റെ നാവ് ദൈവപ്രവൃത്തികളെ വിളിച്ചു വരുത്തിയിരിക്കും. നീ പട്ടണത്തെ പിടിക്കും. നീ സമൂഹത്തെ കൊണ്ടുവരും. നീ ഒരു ദേശത്തെ തിരിക്കും. നിന്റെ വാക്കിന്റെ മേൽ അധികാരം വെളിപ്പെടും. നിന്റെ മേൽ അഭിഷേകം ജ്വലിച്ചിരിക്കും. നീ അസാധാരണ മൂവായി തിരിയും. നീ ഒരു കാറ്റായി ഒരു പട്ടണത്തെ പതിക്കും. നീ ആ പട്ടണത്തെ ഇളക്കും. നീ ആ പട്ടണത്തിനകത്ത് ദൂത് പറയും. ഈ പട്ടണത്തെ നീ ചലിപ്പിക്കും. കരമടിച്ച് ദൂതിനെ അങ്ങ് സ്വീകരിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവക്ഷണതയിൽ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ. ഹല്ലേലൂയ. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കീഴടങ്ങുന്നു. ചെങ്കടൽ വെളിപ്പെട്ടപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. കൈ നീട്ടാനേ പറഞ്ഞോളൂ. പക്ഷേ ആ ചെറിയ കൈ ഉയർന്നു പൊങ്ങിയപ്പോൾ, മടിച്ച കൈ ഉയർന്നു പൊങ്ങിയപ്പോൾ, ആ പ്രതികൂലമായ ചെങ്കടൽ പുറകോട്ട് പേടിച്ചു പോയതുപോലെ നിന്റെ കൈ ആത്മാവിൽ ധൈര്യത്തോടെ ഉയർത്തുക. ചിലരോട് പ്രവചിക്കുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, നീ കൈവെക്കുക, പ്രാർത്ഥിക്കുക. നീ കൈവെക്കുക, പ്രാർത്ഥിക്കുക. നീ പറഞ്ഞിട്ട് പോരുക. നീ ചെയ്തിട്ട് പോരുക. നിന്നോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോശമേ, നിന്നോട് കൈ നീട്ടാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനാ പ്രവർത്തിക്കുന്നവൻ, ഞാനാണ് ചെയ്യുന്നവൻ, ഞാനാണ് ആകുന്നവൻ. സഭയെ ഞാൻ നിർബന്ധിക്കുന്നു. ഒരു പെരുത്ത മീൻകൂട്ടത്തെ ആത്മാവ് കാണുന്നു. നിന്റെ കയ്യാൽ പിടിക്കും. അധ്വാനിച്ച ക്ഷീണത്തിന്റെ പാരമ്പര്യം പറഞ്ഞിരിക്കരുത്. ക്ഷീണത്തിന്റെ അധ്വാനത്തിന്റെ പാരമ്പര്യം പറഞ്ഞിരിക്കരുത്. ഏതൊക്കെയോ പുതിയത് വെളിപ്പെടുന്നു. പറയുന്നത് പോലെ അല്ല നീ പിന്നെ കാണുന്നത്. ഹല്ലേലൂയ. കൈപൊക്കിയത് പോലെ അല്ല പിന്നെ അവിടെ കാണുന്നത്. കൈപൊക്കിയതിന്റെ പിറകെ ഒരു സമുദ്രം പേടിച്ചോടുന്നു. ഞാൻ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. ഈ ദൂത് ഇവരുടെ മേൽ നിവർത്തീകരിക്കപ്പെട്ടതിനായി സ്തോത്രം.